Hi dear friends, എന്തുണ്ട് വിശേഷം? സുഖമല്ലായിരിക്കും. അപ്പോൾ നോമ്പ് 9ന്റെ റെസിപ്പി വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്ന്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യും, നല്ല നല്ല കമൻറ്റ് പറയുകയും ചെയ്യുന്ന എൻ്റെ ചങ്ങായിമാർക്ക് ഒരു വലിയ താങ്ക്സ് പറയുന്നു. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരോട് ഒരു കുഞ്ഞു റിക്വസ്റ്റും കൂടി ഉണ്ട്, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒരു വൈകുന്നേരം ആയപ്പോഴാണ് കിച്ചണിലേക്ക് കയറിയത്. അപ്പോൾ ആദ്യത്തെ പരിപാടിയിലാണ് നീ കാണുന്നത്, ഒരു ചിരട്ടയിൽ. അപ്പോൾ കുറച്ച് ദിവസം മുമ്പേ കുറച്ച് തേങ്ങ അരച്ചിരുന്നു. അപ്പോൾ നല്ലൊരു ചിരട്ട എടുത്ത് വെച്ച് അതിൽ പുഴിയുള്ള അതിൽ കുറച്ച് കോക്കോപ്പീറ്റ് നിറച്ച്, പിന്നെ മുളക് വാങ്ങിയപ്പോൾ ഒരു ചുവന്ന മുളക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രിഡ്ജിൻ്റെ പുറത്തെടുത്ത് വെച്ചപ്പോൾ തന്നെ നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടുമാണ് ഇവിടെ ഉള്ളത്. അപ്പം അതിൻ്റെ അരി എടുത്ത്, മുളകിൻ്റെ അരി എന്നാണ് നമ്മൾ പറയൽ, മുളകിൻ്റെ വിത്ത്. അപ്പോൾ അതെടുത്തതാ കോക്കോപ്പീറ്റിൽ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, എന്നിട്ടൊന്ന് നനച്ചു കൊടുക്കുക. പിന്നെ ഒരു വെളുത്തുള്ളി ഉണ്ടായിരുന്നു നന്നായി ഡ്രൈ ആയത്, അപ്പോൾ അതും കൂടെ അതിൽ വെച്ച് കൊടുത്ത്. അപ്പോൾ എത്ര തിരക്കിലാണെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാം. വേറെ ആർക്കും വേണ്ടിയിട്ടില്ല, നമുക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് തന്നെ. എന്ത് വിത്താലും നമുക്കിങ്ങനെ ഒരു ചിരട്ടയിലോ ഒരു ചെറിയൊരു പാത്രത്തിലോ വെച്ച് മുളപ്പിക്കാം. അതിനുശേഷം നല്ല മുളയൊക്കെ വന്നൊരു 2 പാകമായാൽ നമുക്കൊന്ന് മണ്ണിലേക്ക് പറിച്ചിടാം. അപ്പോൾ ഇതെല്ലാം നമ്മളെ കിച്ചൻ്റെ ഒരു മൂലയിൽ വെച്ച് നടക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഇപ്പോൾ ഡെയിലി കുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഉണങ്ങിയ വിത്തോ ഉണങ്ങിയ എന്താ പറയുക പച്ചക്കറിൻ്റെ കഷ്ണമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വിത്തെടുത്ത് നമുക്കിങ്ങനെ നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ ഏതെങ്കിലും മൂലയിൽ അല്ലെങ്കിൽ കിച്ചൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ വെച്ചിട്ട് മുളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മളെ കാര്യമായിട്ടുള്ള പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് സാധാരണ ആക്കുന്നതിലും കുറച്ച് വെറൈറ്റി ആയിട്ടും കുറച്ച് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫില്ലിങ്ങാണ് ചെയ്യുന്നത്. അത് വെച്ചൊരു സ്നാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് നല്ലോണം കട്ട് ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ പീസായിട്ട്. അപ്പോൾ അതിലൊരു എല്ലിൻ്റെ കഷ്ണം ഉണ്ട് കേട്ടോ, അപ്പോൾ അതിൽ കുടുങ്ങിയതാണ്. അപ്പോൾ അത് വേവിച്ചിട്ട് മാറ്റിക്കളയാമല്ലോ നമുക്ക്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ഒരു വലിയ ടേബിൾ സ്പൂൺ തന്നെ തൈര് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് തന്തൂരി ചിക്കൻ മസാലയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് വേണം. അതും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിക്കനിലേക്ക് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇതിപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. വേറെ പൊടികളൊന്നും ഇതിലേക്ക് ആവശ്യമില്ല. തന്തൂരി ചിക്കൻ്റെ ആ ഒരു പൗഡറിന് നല്ലൊരു ഫ്ലേവർ തരും. പിന്നെ ഒരു ഫ്രൈ പാൻ വെച്ച് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്, ഒരുപാട് ഓയിലൊന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ല, ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഒന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതവിടെ വേവട്ടെ. അപ്പോഴേക്കും നമുക്കിവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി വേണ്ടത് നമുക്കൊരു വലിയൊരു പീസ് ക്യാബേജാണ്. അപ്പോൾ ക്യാബേജ് നന്നായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം, നീളത്തിൽ അരിഞ്ഞിട്ട്. പിന്നെ അതിൻ്റെ എന്താ പറയുക കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമുക്ക് നുറുക്കിയെടുക്കാമെന്ന് പറയാം. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു സൈസിലാണ് നമുക്ക് വേണ്ടത്. ഒരു ബൗളുണ്ട് ഏകദേശം, ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മയണൈസ് ആക്കാൻ വേണ്ടത്. അപ്പോൾ 2 മുട്ടൻ്റെ മയണൈസ് ആക്കിയിട്ടുണ്ട് ഞാനിവിടെ. മയണൈസ് ആക്കുന്ന വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് 2 ദിവസം മുമ്പേ ഷവർമ ഉണ്ടാക്കുമ്പം. അപ്പോൾ ഇതാ ഒന്നുകൂടി പറയുന്നത്, 2 മുട്ട ഉടച്ച് ചേർത്ത് കൊടുക്കുക മിക്സിയിലേക്ക്. പിന്നെ അതിലേക്ക് ഒരു നുള്ളുപ്പ്, അതുപോലെ തന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഒന്നടിച്ചെടുക്കുക ഇത്. പിന്നെ നമുക്ക് കുറച്ചായി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അത് കട്ടിയാവുന്നത് വരെ ഈ മിക്സിയിൽ അടിച്ചുകൊണ്ടിരിക്കാം ഒരു 3-4 മിനിറ്റ്. അപ്പോൾ നമുക്ക് എത്രയാണോ കൺസിസ്റ്റൻസി വേണ്ടത് അത്ര വരെ നമുക്ക് ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പാകമായിട്ട് കിട്ടിയാൽ അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. പെട്ടെന്ന് റെഡിയാവും. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്കിതിന് വേണ്ടത്. നമുക്കിങ്ങനെ കൈയോട് തൊട്ട് നോക്കിയാൽ കയ്യിൽ നിന്ന് ഇങ്ങനെ വീഴാൻ പാടില്ല, ഉറ്റി വീഴാൻ പാടില്ല. ആ ഒരു തിക്നെസ്സിൽ നമുക്ക് വേണം. ഇനി നമുക്കെല്ലാം കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കാം പാത്രത്തിലേക്ക്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ആവശ്യത്തിനുള്ള മയണൈസ്. അപ്പോൾ ഒരു 2-3 വലിയ ടേബിൾ സ്പൂൺ തന്നെ ഞാൻ ചേർത്തിട്ടുണ്ട്. കുറച്ചധികം തന്നെ ക്യാബേജ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മളെടുത്ത് എത്രയാണോ നമുക്ക് മസാല വേണ്ടത് അതിന് കണക്കായിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ചേർക്കുന്നുണ്ട്.
ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ സാധാരണ ഇട്ട് കൊടുക്കൽ പൊടിച്ചിട്ട് അല്ലെങ്കിൽ ചെറിയ പീസാക്കിയിട്ട്, അപ്പോൾ ഇതൊരു നല്ല കടിക്കാൻ പാകത്തിലുള്ളൊരു പീസ് തന്നെയുണ്ട്. അപ്പോൾ തന്തൂരി ചിക്കൻ്റെ മസാലയും കൂടി ആയതുകൊണ്ട് നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ മയണൈസും കെച്ചപ്പൊക്കെ ചേർക്കുമ്പോൾ അറിയാമല്ലോ, നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു ഫില്ലിംഗ് ആണിത്. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഏതൊരു സ്നാക്കിനും ഈ ഒരു ഫില്ലിംഗ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതുവരെ ആക്കിയിട്ടില്ലെങ്കിൽ. അപ്പോൾ നമുക്ക് ഉള്ളിയും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ബ്രെഡിലേക്കാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ബ്രെഡിൻ്റെ പീസൊക്കെ എടുത്ത് വെക്കാം. അപ്പോൾ ഏകദേശം ഒരു പാക്കറ്റിൻ്റെ പകുതി മാത്രമേ ഉള്ളൂ ബ്രെഡ്. അപ്പോൾ അതിൻ്റെ വക്കെല്ലാം മുറിച്ച് മാറ്റാം. ആദ്യം മുറിച്ചിട്ട് കളയാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് ബ്രെഡ് ക്രംസ് ആവശ്യമുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഇങ്ങനെ ഓരോ പീസ് എടുത്തിട്ടൊരു കുഴലെടുത്ത് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡും. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടും. അതുപോലെ തന്നെ നന്നായി പ്രസ് ചെയ്തിട്ട് നല്ല തിന്നാവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്കിന് നമുക്ക് നോർമലി വേണ്ടത് മിൽക്ക് ബ്രെഡല്ല. അപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായത് ഇപ്പം മിൽക്ക് ബ്രെഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ബ്രെഡും മിൽക്ക് ബ്രെഡും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മിൽക്ക് ബ്രെഡ് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ നല്ലോണം സൂക്ഷിച്ച് വേണം പൊട്ടിപ്പോകാണ്ട് ഇതൊന്ന് പരത്തിയെടുക്കാൻ. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ മൈദ കൊണ്ട് പശ ഉണ്ടാക്കിയിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് മൈദ എടുത്ത് അതിൽ വെള്ളം കൂട്ടിയാൽ മതി, ഒന്ന് തിക്കാക്കിയാൽ നമുക്ക് പശ കിട്ടുമല്ലോ. അപ്പോൾ നന്നായി ഒട്ടാൻ വേണ്ടിയിട്ടാണ്, ഞാൻ പറഞ്ഞല്ലോ അത് തന്നെ മിൽക്ക് ബ്രെഡാണ്, പെട്ടെന്നൊന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ ശരിക്കും ഒട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൈദപ്പശ ആക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാം. പിന്നെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കാം. അപ്പോൾ ആ സൈഡൊക്കെ ശരിക്കും ഒട്ടാൻ വേണ്ടിയിട്ടാണ് മൈദേൻ്റെ ഗമ്മന്നെ എടുത്തത്. പിന്നെ ബാക്കിയുള്ള ബ്രെഡിൽ ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് മൈദ ഇട്ട് കൊടുക്കുന്നൊരു പാത്രത്തിൽ ഞാൻ ഏകദേശം ഒരു 1.5 കപ്പിൻ്റെ അടുത്ത് മൈദ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു മുട്ടയാണ്. പിന്നെ ഇത് കുഴച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ പൂരിക്കൊക്കെ കുഴച്ചെടുക്കുമ്പോൾ തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ഒരു മുട്ടയും കൂടി എക്സ്ട്രാ ചേർത്തിട്ടുണ്ടെന്നല്ലോ. സാധാരണ പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ഡോ ആക്കി എടുക്കാം. അധികം ടൈറ്റ് ഇല്ലാണ്ട് പിന്നെ അധികം ലൂസ് ആവാണ്ട് നന്നായി ഒന്ന് സോഫ്റ്റായി കുഴച്ചെടുക്കാം. പിന്നെ അതിൽ നിന്ന് കുറച്ച് ഉണ്ടയായിട്ട് എടുത്തിട്ട് ഇങ്ങനെ പരത്തി ഷീറ്റാക്കി എടുക്കാം. പിന്നെ ഞാനിത് പരത്തി ഷീറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ 4 വക്കും ഒന്ന് കട്ട് ചെയ്ത് നല്ലൊരു സ്ക്വയർ ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതിനെ ഒന്നുകൂടി ഒന്ന് 4 പീസായി കട്ട് ചെയ്യുന്നു. നമ്മുടെ എന്താ പറയുക പഫ്സിൻ്റെ ഒക്കെ ഷീറ്റില്ലേ ആ ഒരു വലുപ്പത്തിൽ. പിന്നെ നമ്മൾ ഈ ബ്രെഡ് നേരത്തെ ബോക്സ് ആക്കി വെച്ച ബ്രെഡ് ഇതിലേക്ക് ഇടാം. ഇതിൻ്റെ നടുവിലിട്ടിട്ട് ഇതൊന്ന് വലിച്ച് ഒട്ടിച്ചു കൊടുക്കാം. കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് ഒട്ടിക്കോളും. അല്ലെങ്കിൽ നമ്മുടെ മൈദപ്പശ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. അപ്പോൾ നമുക്ക് ഈ ഷീറ്റൊന്ന് വലിച്ച് ഇതൊന്ന് വെട്ടിയാക്കി എടുക്കാം ഈ ബ്രെഡിനെ കവർ ചെയ്യുന്ന രൂപത്തിൽ. അപ്പോൾ ഇത് ഓരോ ബോക്സ് ആക്കിയിട്ട് ഞാൻ എടുക്കുന്നുണ്ട് ഇവിടെ. അപ്പോഴേക്കും എൻ്റെ ബ്രെഡ് തീർന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ഏകദേശം ഒരു കവറിൻ്റെ പകുതി ഉണ്ടായിരുന്നല്ലോ. പിന്നെ ബാക്കിയുള്ള മസാല ഇതാ നേരിട്ട് ആ ഒരു ഷീറ്റിലേക്ക് വെച്ചിട്ട് അതിനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരേ മസാല വെച്ചിട്ട് 2 ടൈപ്പിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ബ്രെഡിൽ ഫില്ല് ചെയ്തത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണയിൽ. പിന്നെ ബ്രെഡ് ഇല്ലാണ്ട് ഡയറക്റ്റ് ഈ മൈദൻ്റെ ഷീറ്റിലേക്ക് നമ്മുടെ മസാല ഇട്ടിട്ട് ഒന്ന് പൊതിഞ്ഞിട്ട് പല ഷേപ്പിലാക്കിയിട്ട് എടുക്കുന്നുണ്ട്. കുറച്ച് വലുതായിട്ട് തന്നെ ഞാൻ ആക്കിയിട്ട് എടുക്കുന്നുള്ളത്. ഇത് ഓവനിൽ ചെയ്തെടുക്കാനാണ്. അതാകുമ്പോൾ നമുക്ക് എണ്ണയും വേണ്ടല്ലോ. അപ്പോൾ ഒന്ന് എണ്ണയിൽ പൊരിച്ചെടുക്കുന്നത്, ഒന്ന് ഓവനിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓവനിൽ വെക്കേണ്ട ഐറ്റംസ് എല്ലാം ഇതാ ഫോയിൽ വിരിച്ച് അതിലേക്ക് എണ്ണ തടവി കൊടുത്ത് ഇതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വലുതായിട്ട് ആക്കിയിട്ട് എന്തെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് കിച്ചണിലേക്ക് വന്നത്. അപ്പോൾ ഇതുകൊണ്ട് കഴിച്ചിട്ട് തന്നെ കുറച്ച് ടൈമായിരുന്നു. അപ്പോൾ നോമ്പ് മുറിക്കാനായിട്ടുമുണ്ട്, അതുകൊണ്ടാണ് വലിയ ഷേപ്പാക്കിയത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതാ ഒരു എഗ് വാഷും കൂടി കൊടുത്താൽ നല്ല ക്രിസ്പി ആയിരിക്കും. നമ്മൾ പഫ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുമ്പോൾ തന്നെ. പിന്നെ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 180 ഡിഗ്രിയിൽ 20 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്ക് ഇതിൻ്റെ റെഡിയാവും. അപ്പോൾ ഓവൻ ഒരു 20 മിനിറ്റ് കൊണ്ട് അതാവട്ടെ. അപ്പോഴേക്ക് നമുക്കിവിടെ ബാക്കിയുള്ള പണിയുണ്ട്. നമ്മുടെ ഈ ബ്രെഡിൻ്റെ ബോക്സ് ഓരോന്നായിട്ട് എടുക്കാം. പിന്നെ ഇതാ മുട്ടയിൽ മുക്കി
ഒന്ന് ബ്രെഡ് ക്രംസിൽ മുക്കി ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ഷീറ്റിലും വെച്ച് മടക്കി ഇതിൻ്റെ മുകളിൽ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിലൊക്കെ വെച്ച് ആകുമ്പോഴേക്കും കുറച്ച് വലിയ ഒരു സൈസിൽ തന്നെ ആയി കിട്ടും. നമുക്ക് ഏകദേശം 1-2 തന്നെ കഴിച്ചാൽ മതി, വയറ് നിറയും. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ മസാല ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ല, കുറച്ച് ഡിഫറെൻ്റ് ആയതുകൊണ്ട് നല്ലൊരു ടേസ്റ്റിയാണ്. അപ്പോൾ ഇനി നമുക്കിതൊരു ഫ്രൈ പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് പൊരിച്ചെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി നമ്മൾ ഇടയ്ക്കൊന്ന് ലോ ഫ്ലെയിമിൽ കൂടി ആക്കി കൊടുക്കണം. കാരണം ഇത് ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ പുറം കരിയും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് അപ്പുറം മറിച്ചിട്ട് കൊടുക്കുക വേഗം. അപ്പോൾ നമ്മുടെ ചിക്കൻ ബ്രെഡ് ബോക്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് ഓവനിൽ വെച്ച് നോക്കാം. അപ്പോൾ ഇത് ഓവന് റെഡി ആയിട്ടുണ്ട് ഏകദേശം 1 അരമണിക്കൂർ കൊണ്ട് തന്നെ. അപ്പോൾ ഓവനിൽ വെച്ചതും വെക്കാത്തതും രണ്ടും നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ഇതൊന്ന് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം ഏതായാലും. അപ്പോൾ അതിൻ്റെ അകത്ത് മയണൈസും കെച്ചപ്പൊക്കെ ഉള്ള കാരണം നല്ല ക്രീമിയാണ്. നമ്മൾ സാധാരണ ഈ ഒരു ടൈപ്പ് ഫില്ലിങ് തന്നെ നമ്മൾ ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കാനും എടുക്കലുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ല, നല്ലൊരു പോക്കറ്റ് പോലെ തന്നെ നിൽക്കുന്നത് കട്ട് ചെയ്താലും നല്ല ക്രിസ്പി ആയിട്ട്. പിന്നെ ഇത് കഴിക്കുമ്പോൾ മയണൈസോ കെച്ചപ്പോ കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടും. ഇതിൻ്റെ ഒരിളം ചൂടോട് കൂടിയും കഴിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്നാക്ക് വിശേഷം, നോമ്പ് 9ൻ്റെ വിശേഷം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.